ഇന്ന് ഞാനിങ്ങനെ വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു വാർത്തയാണ് കേട്ടോ. അതായത് റിപ്പീറ്റഡ്ലി ചായ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് മരുമകളെ അമ്മായിമ്മ വെട്ടിക്കൊന്നു എന്ന്. ഈ ഇത്രയും വെട്ടിക്കൊല്ലാൻ പറ്റുന്ന തള്ളയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു എന്നും പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇത് ചിലരുടെയൊക്കെ ഒരു വിചാരമാണ് കേട്ടോ. മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരവിടുത്തെ വേലക്കാരിയാണ്. വീട്ടിലെ പണികൾ ചെയ്യാനും അപ്പൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കാനും മാത്രമാണ് മരുമക്കൾ എന്നുള്ളൊരു ചിന്താഗതിയുള്ള പേരൻസ് ആണ് കേട്ടോ കൂടുതലും. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, സ്വന്തം മകളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളവരായിരിക്കും കേട്ടോ. ആ തള്ളയ്ക്ക് നടക്കുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അവർക്ക് ചായ കിട്ടിയില്ല എന്നും പറഞ്ഞ് ആർക്കാ നഷ്ടം? ആ പിള്ളേർക്കല്ലേ നഷ്ടപ്പെട്ടത്. ഇച്ചിരി ഇല്ലാത്ത ചെറിയ പിള്ളേർക്ക് അവരുടെ അമ്മേനെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ചില ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, അമ്മ പറയുന്നതായിരിക്കും അവർക്ക് വേദവാക്യം. ഭാര്യ പറയുന്നതോ ഒന്നും അവർ വകവെക്കത്തില്ല. അപ്പം ഭാര്യയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും അവർ വകവെക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾ മാക്സിമം കല്യാണം കഴിക്കാതിരിക്കുക. നിങ്ങൾ അമ്മയുടെ കൂടെ ജീവിതാവസാനം വരെ അമ്മയുടെ കൂടെ നിൽക്കുക, കല്യാണം കഴിക്കാതിരിക്കുക. വെറുതെ എന്തിനാ ഒരാളുടെയും കൂടെ ജീവിതം നശിപ്പിക്കുന്നതല്ലേ? അപ്പം ഇങ്ങനെ ഒരു വിചാരമാണ് കേട്ടോ എല്ലാവർക്കും. മരുമക്കൾ പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവർ കെട്ടിയവന്മാരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി. അപ്പം ഇനിയെങ്കിലും ഉള്ള പെൺകുട്ടികൾ, നിങ്ങൾ മാക്സിമം നിങ്ങളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ആരെയും നോക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പം നമ്മൾ അപ്പനെ അമ്മയെ നോക്കാനല്ല കല്യാണം കഴിച്ചു വന്നത്. നമ്മൾ നമ്മുടെ ജീവിതം സെറ്റിലാക്കാനും നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടാനും വേണ്ടിയാണ്. അല്ലാതെ അപ്പനെ അമ്മേനെ നോക്കാൻ വേണ്ടി അങ്ങനെയാണ് മകൻ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരൊരു സെർവൻറ്റിനെ വെച്ചാൽ പോരെ, മാസം ഇത്ര രൂപ കൊടുക്കുന്ന രീതിയിൽ. നമ്മൾ കല്യാണം കഴിച്ച് വരേണ്ട കാര്യമില്ലല്ലോ സ്ത്രീധനവും കൊടുത്ത്. അപ്പം ഇന്ന് ആ ഒരു വാർത്ത കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇതൊന്ന് കേട്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി.